ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. CC ചാനൽ പ്രേക്ഷകർക്ക് വന്ദനം. നാം ദിനംപ്രതി ഉണരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഓരോ ദിവസത്തെ അഭിമുഖീകരിക്കുന്നത്. അതോടുകൂടി മനുഷ്യ മനസ്സുകൾക്ക് സ്വസ്ഥത തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ ലോകം എങ്ങോട്ട് പോവുകയാണ്? എന്താണ് ഇതിനൊരു പ്രതിവിധി? സമസ്ത മേഖലകളിലും തകർച്ചയുടെ രംഗങ്ങളാണ് കാണപ്പെടുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഒരു നിശ്ചിത പ്രായപരിധിയിലുള്ളവരായിരുന്നു ഇത്തരം പ്രവൃത്തികളെങ്കിൽ ഇന്ന് കൊച്ചു കുട്ടികളിൽ തുടങ്ങി അക്രമവാസനകൾ, കൊലപാതകം, മയക്കുമരുന്നിന്റെ ദുർവിനിയോഗങ്ങൾ, അതിന്റെ അനന്തരഫലമായി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിനെവിടെ ഒരു പരിഹാരമുണ്ടാകും? നമ്മുടെ രാജ്യം, ലോക രാജ്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിലും സാങ്കേതിക മികവുകളിലും ഒക്കെ ഉയർന്നു എന്ന് പറയുന്നു. മനുഷ്യന്റെ ചിന്താമണ്ഡലം ചൊവ്വാഗ്രഹത്തിൽ വരെ എത്തി പര്യവേഷണങ്ങൾ നടത്തുവാൻ വികസനം പ്രാപിച്ചിരിക്കുന്നു. യുവതലമുറ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൂർവകാലങ്ങളിൽ ജീവിച്ചിരുന്നവരെക്കാൾ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിന് മധ്യത്തിൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകത്തക്ക ഹീന കൃത്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ, കാണുവാൻ കഴിയും. ഇന്നലെ ഞാൻ ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടെത്തിയത്, 2 പോലീസുകാരെ ഒരുവൻ കയ്യേറ്റം ചെയ്യുന്നു. ഒരു പോലീസ് ഓഫീസറെ ഇടത് കൈകൊണ്ട് അടിക്കുന്ന ആ ചിത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, വിശദമായ വിവരങ്ങൾ എനിക്ക് ഇല്ല, ഏതോ മയക്കുമരുന്നോ കഞ്ചാവ് കേസിലോ പിടിക്കപ്പെട്ട ഒരുവനാണ്. നിയമപാലകരെ ചോദ്യം ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന, അവൻ തിരിച്ചിങ്ങോട്ട് ചീത്ത പറയുന്ന ആ പിക്ചർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? മനുഷ്യൻ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ വളർത്തു മൃഗങ്ങൾക്ക് പോലും അതിന്റെ യജമാനനോടും അത് തീറ്റു തിന്നുന്ന ദേശത്തോടും അതിനൊരു കടപ്പാടുണ്ട്. പക്ഷേ ഇതൊന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. മൃഗതുല്യമായ ഈ ജീവിതത്തിൽ എന്താണ് ഒരു പരിഹാരമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കണം. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളരെ വിദ്യാസമ്പന്നനും ചിന്താശീലനുമായിരുന്ന ഒരു വാഗ്മി വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു, പാപത്തിന്റെ ഒരു പ്രമാണം എന്നിൽ വസിക്കുന്നു. മതഭക്തിയിൽ ഉന്നതനാണ്, ചിന്തകളിലും പ്രവൃത്തികളിലും വളരെ ശക്തനാണ്. പക്ഷേ തൻ്റെ സ്വന്തം അവസ്ഥകളെ കണ്ടുണർന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്. ഈ ബോധം തന്നിലേക്ക് നടത്തിയത് തൻ്റെ ദൈവിക ബോധത്തിൽ നിന്നാണ്. ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് ഒരു ബുദ്ധി ഉപദേശമായി പറയുവാനുള്ളത് ഇതാണ്: വിദ്യാഭ്യാസം കൊണ്ടോ നിയമങ്ങളുടെ പരിരക്ഷ കൊണ്ടോ നിയമസംഹിതകൾ രൂപീകരിച്ചത് കൊണ്ടോ മാത്രം മനുഷ്യനിലെ കിരാത സ്വഭാവങ്ങൾ ഒരിക്കലും മാറുന്നില്ല. ഏതെല്ലാം ആധുനിക പാഠ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, അതിന് തക്കവണ്ണം കലാശാലകളിൽ തന്നെ ഭീകരതകൾ, റാഗിങ്ങിന്റെ പേരിൽ എന്തുമാത്രം മ്ലേച്ഛതകളാണ് അരങ്ങേറുന്നത്. ഒരു മനുഷ്യനെ, സഹജീവിയെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന ആ വാർത്ത എങ്ങനെ വായിച്ച് കേൾക്കുവാൻ കഴിയുന്നു?
യൂണിവേഴ്സിറ്റി തലങ്ങളിലും അത് തന്നെയെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇത്രമാത്രം അധപ്പതിച്ചു പോയി എങ്കിൽ ഇതിന് പരിഹാരം എവിടെയാണ്? നിയമങ്ങളോ ഭരണകർത്താക്കളുടെ കഴിവുകേടുകൊണ്ടോ ഒന്നുമല്ല മനുഷ്യൻ സ്വയം നശിക്കുന്നു. ഇവിടെ ആവശ്യം ദൈവിക ചിന്തയാണ്, പാപബോധമാണ്. ജീവിതത്തിന്റെ അവസ്ഥകളെ കണ്ടുണരുവാൻ കഴിയുന്ന പ്രബോധനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. മനുഷ്യന് പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള പ്രേരകാശക്തി എവിടെയാണ് കിട്ടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതും അനുഭവങ്ങളിൽ നിന്നും, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഒരേ ഒരു കാര്യം, പാപത്തിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ഒരു വ്യക്തിയിൽ ആശ്രയിക്കേണ്ടതായിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് സ്വർഗീയ മഹിമകൾ ത്യജിച്ച് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വിവിധ മ്ലേച്ഛതകളിൽ നിന്നും പരിവർത്തനം നൽകുന്നത്. ഞാൻ മുഖവരയിൽ ഓർപ്പിച്ചല്ലോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് റോമ പൗരത്വമുള്ള വിദ്യാസമ്പന്നനായ സമ്പത്തുകളുടെ അധിപൻ ഉണ്ടായിരുന്ന ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദർശനം പ്രാപിക്കുകയും യേശുക്രിസ്തുവിൽ തന്റെ വിശ്വാസം കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ തന്റെ പാപ സ്വഭാവത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും മോചനം പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഒരു മാർഗദർശിയായി, മാതൃകാ പുരുഷനായി ആയിരങ്ങളെ ഈ സൽമാർഗത്തിലേക്ക് നടത്തിയെടുക്കുവാൻ ശൗൽ എന്ന ആ മനുഷ്യന് സാധ്യമായി തീർന്നു. വിശുദ്ധ വചനത്തിൽ അനേക ലേഖനങ്ങൾ എഴുതി അനേകരെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്ക പുരോഗതി തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. എന്നെ കേൾക്കുന്ന ബഹുമാനിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പരിവർത്തനം ആവശ്യമുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട ഏറ്റവും വലിയ വാർത്ത, ഓമനിച്ചു വളർത്തിയ ഒരു മകൻ തന്റെ കുടുംബാംഗങ്ങളിൽ 5 പേരെ നിഷ്കരണം കൊലപ്പെടുത്തി. ഇന്ന് മാതാപിതാക്കൾക്ക് ഭയം കൂടാതെ സ്വന്തം ഭവനത്തിൽ വസിക്കുവാൻ കഴിയുന്നില്ല. ഒരു സമയത്ത് അപ്പനമ്മമാര് മക്കൾക്ക് ഭയമായിരുന്നു. ഇന്ന് നേരെ തിരിച്ചിരിക്കുന്നു. മക്കളെ ഭയപ്പെട്ട് വേണം മാതാപിതാക്കൾ ജീവിക്കുവാൻ. ഒരമ്മയെ കൊന്ന് ഒരു മകൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിനിത് ചെയ്തു എന്ന് ചോദ്യം ചെയ്തപ്പോൾ, എനിക്ക് ജന്മം തന്നത് ഈ സ്ത്രീയെയാണ്, അതുകൊണ്ടാണ് ഞാൻ കൊന്നത്. എന്താണ് ഈ ലോകം പോകുന്നത്? ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിന് പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. കൊലപാതകികളെയും മദ്യപാനികളെയും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും പാപങ്ങളിലും രസിച്ചു വന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജീവിത രൂപാന്തരം നൽകി, പരിവർത്തനം നൽകി, ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഉത്തമരായ പൗരന്മാരാക്കി തീർക്കുവാൻ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾക്ക് സാധ്യമായി തീരുന്നു. അത് നിങ്ങൾക്കിന്ന് രൂപാന്തരത്തിന്റെ ശക്തിയായി തീരട്ടെ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ഈ വിശുദ്ധ ബൈബിൾ നൽകുന്ന വചനം, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരുമെന്ന് പറഞ്ഞ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു അനുഗ്രഹീത പൈതലായി തീരുവാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിൽ നിങ്ങൾക്ക് സൽപ്രകാശം നൽകിത്തന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും അനുഭവത്തിലേക്ക് നടത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ അതിന് നിങ്ങൾക്ക് സഹായമായി തീരും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും നൽകുന്നതും ലക്ഷ്യബോധം നൽകുന്നതും യഥാർത്ഥമായ മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നതിൽ ബൈബിൾ വഹിക്കുന്ന പങ്ക് ഏറ്റവും വലുതാണെന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ സാക്ഷിക്കുന്നു. ഈ വചന കേൾവി, ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരത്തിന് ഇടയാകട്ടെ എന്ന വാക്കുകളോടെ ഉപസംഹരിക്കുന്നു.